നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയായിരുന്നു നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു എന്ന വാർത്ത. ഈ ഘട്ടത്തിലാണ് എന്താണ് നവകേരള സർവേ എന്ന ചോദ്യം ഉയരുന്നത്. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല. എന്തിനാണ് കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിയതെന്ന സംശയവും ഉയരുന്നുണ്ട്. നവകേരള സദസ്സിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ അഥവാ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിപുലമായ ജനസമ്പർക്ക വിവരശേഖരണ പരിപാടിയാണ് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം അഥവാ നവകേരള സർവേ. നവകേരള സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സർക്കാർ കഴിഞ്ഞ കാലയളവിൽ നടപ്പിലാക്കിയ വിവിധ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ നേരിട്ടുള്ള അഭിപ്രായ ശേഖരണം നടത്തുക എന്നതായിരുന്നു. ഓരോ മണ്ഡലത്തിലും നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിയെന്നും അവയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കാൻ ഈ സർവേയിലൂടെ സർക്കാർ ശ്രമിച്ചു. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയ ഉപാധിയായിട്ടാണ് ഇതിനെ സർക്കാർ അവതരിപ്പിച്ചത്. ഭാവിയിലേക്കുള്ള വികസന രേഖ തയ്യാറാക്കുന്നതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മറ്റൊരു വശം. അടുത്ത 2 വർഷത്തിനുള്ളിൽ മുൻഗണന നൽകേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നും ഓരോ പ്രദേശത്തെയും പ്രത്യേക ആവശ്യങ്ങൾ എന്താണെന്നും ജനങ്ങളിൽ നിന്നും നേരിട്ട് ചോദിച്ചറിയാൻ ഇതിലൂടെ ലക്ഷ്യമിട്ടു. കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് സർക്കാർ ഇതിലൂടെ പദ്ധതിയിട്ടത്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വിപുലമായ ഡാറ്റ ശേഖരണമായിരുന്നു പരിപാടിയുടെ കാതൽ. ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ, അവർ നേരിടുന്ന പരാതികൾ, പ്രാദേശികമായ പ്രശ്നങ്ങൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിലൂടെ കൃത്യമായ ഒരു വിവരശേഖരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുമെന്നും സർക്കാരിന്റെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുകയാണെന്നുമുള്ള ആക്ഷേപമാണ് ഒടുവിൽ സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധിയിലേക്കും നയിക്കുന്നത്. എന്തിനാണ് കോടതി ഈ സർവേ റദ്ദ് ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. സർവേക്ക് ആവശ്യമായ ധനകാര്യ അനുമതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് ലഭിച്ച വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓണക്കാലി എന്നിവരാണ് സർവേക്കെതിരെ കോടതിയെ സമീപിച്ചത്. സർക്കാർ ചെലവിൽ നടത്തുന്ന ഈ സർവേ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന വിവരശേഖരണമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആരോപണം. സർക്കാർ ചെലവിൽ ഇത്തരമൊരു സർവേ നടത്തുമ്പോൾ ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഈ സർവേയുടെ കാര്യത്തിൽ ഇത്തരം അനുമതി ഉണ്ടായിട്ടില്ലെന്നും കോടതി കണ്ടെത്തി. ഈ മാസം 22-ാം തീയതി മുതൽ തുടരാൻ നിശ്ചയിച്ചിരുന്ന സർവേ നടപടികളാണ് നിയമവിരുദ്ധമാണെന്ന് കണ്ട് കോടതി തടഞ്ഞത്. ഒപ്പം നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ CPMനെതിരെ ഗുരുതര പരാമർശങ്ങളുമുണ്ട്. സർവേയെക്കുറിച്ച് CPMന് മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ തീരുമാനം പാർട്ടിക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാനും സാധിച്ചില്ല. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് CPIM അണികൾക്ക് കത്തയച്ചു. ആക്ഷേപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന മറുപടി CPM സംസ്ഥാന സെക്രട്ടറി നൽകി. ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. സ്പെഷ്യൽ PR ക്യാമ്പയിന്റെ പേരിൽ 20 കോടി രൂപ അനുവദിച്ചതിൽ റൂൾസ് ഓഫ് ബിസിനസിന്റെ ചട്ടലംഘനം ഉണ്ടായതായി വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കുന്നത്. പണം അനുവദിച്ചത് ചട്ടലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. കൂടാതെ സർവേ നടത്തിയ രീതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. 2025 ഒക്ടോബർ 8-നാണ് നവകേരള സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ എടുക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അവരുടെ കേഡർമാർക്ക് കത്തയച്ചു. ഈ കത്ത് ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് തള്ളിക്കളയാനാകില്ലെന്നും കോടതി വിലയിരുത്തി. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ സർവേ എന്ന രീതിയിലാണ് കോടതി ഇതിനുവേണ്ടി കണ്ടെത്തിയിരുന്ന ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് സർവേ റദ്ദാക്കിയത്.